എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോളജ് ഫാക്ടറി UPSC. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ PSCയുടെ ഭാഗത്ത് നിന്ന് സിലബസിലുണ്ടായ വലിയൊരു അപ്ഡേഷൻ്റെ കാര്യം. ചെറിയൊരു അപ്ഡേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, വലിയൊരു അപ്ഡേഷൻ്റെ കാര്യം തന്നെ നിങ്ങളോട് ചർച്ച ചെയ്യാനും സംസാരിക്കാനായിട്ടാണ് നിൽക്കുന്നത്. നമ്മളെല്ലാവരും +2 മെയിൻസ് പ്രിലിമിനറി എക്സാം എഴുതിയവരാണല്ലേ. അപ്പോൾ നമുക്കറിയാമായിരുന്നു അത് ഒരുപാട് തസ്തികൾ ചേർന്നുകൊണ്ടുള്ള ഒരു കമ്പൈൻഡ് എക്സാം ആയിരുന്നു അത്. അതിപ്പോൾ നിലവിലുണ്ടായിരുന്നത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ, അതേപോലെ ഫയർമാൻ, സിവിൽ എക്സൈസ് ഓഫീസർ, അതേപോലെ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റ് ലീഗൽ മെട്രോളജി, ഫയർമാൻ ആൻഡ് റെസ്ക്യൂ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അങ്ങനെയുള്ള ഒരുപാട് തസ്തികകൾ ഒരുമിച്ച് ചേർന്നിട്ടുണ്ടായിരുന്ന ഒരു പരീക്ഷയായിരുന്നു നമ്മുടെ +2 ലെവൽ പ്രിലിമിനറി എക്സാം. അപ്പോൾ അതിൻ്റെ റിസൾട്ടും ഉടൻ തന്നെ ഉണ്ടാവും. അപ്പോൾ മെയിൻസ് കാത്തിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പ്രിലിമിനറി പാസ്സായി മെയിൻസ് കിട്ടാൻ ചാൻസ് ഉള്ളവരെ കാത്തിരിക്കുന്നത് വലിയൊരു സിലബസ് മാറ്റമാണ്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നത് നമ്മൾ നേരത്തെ ശീലിച്ച് പോയിക്കൊണ്ടിരുന്നൊരു സിലബസ് എന്ന് പറയുന്നത് പൊതുവേ കേരളം, ഇന്ത്യ, പിന്നെ മാത്സ്, റീസണിങ്, അങ്ങനെയുള്ളൊരു ചെറിയൊരു സിലബസ് മാത്രമായിരുന്നു നമ്മൾ ഇതുവരെ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കാത്തിരിക്കുന്നത് വലിയൊരു സിലബസ് മാറ്റമാണ്. ആ സിലബസ് മാറ്റമാണ് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. വേറൊന്നുമല്ല, നമ്മളിനി എഴുതാൻ പോകുന്ന എക്സാം സിവിൽ പോലീസ് ഓഫീസറാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ പോലീസ് ആയതുകൊണ്ട് തന്നെ നമുക്കെന്താണ് ഒരുപാട് നിയമവശങ്ങൾ നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലബസിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് 20 മാർക്കിന് നമ്മൾ IPC ആക്ട്, ക്രിമിനൽ കോഡ്, നാർക്കോട്ടിക്സിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ 20 മാർക്കിന് നമ്മൾ ഏതൊക്കെയാണ്? IPC ആക്ട്, ക്രിമിനൽ കോഡ്, നാർക്കോട്ടിക്സ്, ഈ സംഭവങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? 20 മാർക്കിന് നമ്മൾ സിവിൽ പോലീസ് ഓഫീസറിന് വേണ്ടി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം ഫയർമാൻ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം രക്ഷാപ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എയ്ഡ്, IT ആക്ട് എന്നിവയെക്കുറിച്ച് നമുക്ക് 20 മാർക്കിന് അതിൽ നിന്നും ചോദ്യം ഉണ്ടാവും. ഓക്കെ, സിവിൽ എക്സൈസ് ഓഫീസർ ആണെങ്കിൽ കുറച്ചും കൂടി കടക്കും. അതിനകത്ത് വരുന്നത് അബ്കാരി ആക്ട് എന്താണ്, അതേപോലെ NDPS ആക്ട് എന്താണ്, ഡിസ്റ്റിലറി വെയർ ഹൗസ് റൂൾ എന്താണ്, അതേപോലെ ഫോറിൻ ലിക്കർ റൂൾ എന്താണ്, കോട്ട്പ എന്താണ്, അതേപോലെ കമ്പൈൻ അഗെയിൻസ്റ്റ് ആൽക്കഹോൾ ആൻഡ് IT ആക്ട് എന്നീ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്ന ഒരു ഡീറ്റെയിൽഡ് സിലബസ് തന്നെയാണ് ഇപ്രാവശ്യത്തെ +2ൻ്റെ മെയിൻസ് എക്സാം. ഓക്കെ, അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾക്ക്, അതേപോലെ സ്റ്റുഡൻസിന് കുറച്ചും കൂടി ഒരു ചലഞ്ചിങ് ആണ് ഇപ്രാവശ്യം വരുന്ന എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഈ ഇഷ്യൂസിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പം വന്നിരിക്കുന്ന ഈ സിലബസ് മാറ്റത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം ഇതിനെക്കുറിച്ച് നിലവിൽ ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ വലുതായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് വലിയ നിശ്ചയമില്ല. പക്ഷേ സിലബസ് കൃത്യമായിട്ട് തന്നെ PSCയുടെ സൈറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സിലബസ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ എന്നെ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് സിലബസ് നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. അപ്പോൾ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയൊക്കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എങ്ങനെയാണ്? ചരിത്രത്തിന് 5 മാർക്ക്, ഭൂമിശാസ്ത്രത്തിന് 5 മാർക്ക്, നിങ്ങൾക്ക് സൈഡിൽ സ്ക്രീനിൽ ഞാൻ കൊടുത്തേക്കാം. അത് ഭൂമിശാസ്ത്രത്തിന് 5 മാർക്ക്, അതേപോലെ എക്കണോമിക്സിന് 5 മാർക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, കേരളവും ഭരണവും സംവിധാനവും എന്ന് പറയുന്നതിന് 5 മാർക്ക്, അതേപോലെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 5 മാർക്ക്, ഭൗതിക ശാസ്ത്രത്തിന് 3 മാർക്ക്, രസതന്ത്രത്തിന് 3 മാർക്ക്, കായികം സാഹിത്യത്തിന് 4 മാർക്ക്, അതേപോലെ ആനുകാലിക വിഷയം കറണ്ട് അഫയേഴ്സ് ഓർക്കുക, കറണ്ട് അഫയേഴ്സിന് 10 മാർക്കാണ്. ഓക്കെ, കറണ്ട് അഫയേഴ്സിന് 10 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ നമ്മുടെ ലഘുഗണിതം, മാനസിക ശേഷി, ഓക്കെ, മെൻ്റൽ എബിലിറ്റി പോലുള്ള വിഷയങ്ങൾക്ക് 10 മാർക്ക് തരുന്നുണ്ട്. ഇംഗ്ലീഷിന് 10 മാർക്ക്, അതേപോലെ പ്രാദേശിക ഭാഷകൾ മലയാളമായാലും കന്നഡയായാലും തമിഴായാലും അതിന് 10 മാർക്ക്. പിന്നെ വരുന്നതാണ് 6ാമത്തേത്, നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു കെണിയാണ് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്, അല്ലെങ്കിൽ തസ്തികകളുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഓർക്കുക, തസ്തികകളുടെ ജോലി നോക്കുക, തസ്തികകളുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട, നമ്മുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഓക്കെ, അപ്പോൾ പോലീസ് ആണെങ്കിൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫയർഫോഴ്സ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കിറ്റും രക്ഷാപ്രവർത്തനത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എക്സൈസ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ എക്സൈസ് നിയമങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള ഒരുപാട് ചേഞ്ചസ് ആണ് നമുക്കിപ്പോൾ PSCയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു വലിയൊരു അപ്ഡേഷൻ വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വിഷയങ്ങൾ നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്ക് കവർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ PSCയിൽ മാറ്റം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ PSC തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ചേഞ്ചസിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു മാറ്റത്തിലുണ്ടായിരുന്ന ഈ ഒരു വിഷയങ്ങളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, ബാക്കിയുള്ള വിഷയങ്ങളെ കൂടെ തന്നെ ഈ ഒരു ടോപ്പിക് ചേഞ്ചസും കൂടി നിങ്ങൾ കൂടെ നോക്കി പോവുക. ഒന്നുകൂടി ഞാൻ പറയാം, സിലബസ് ആവശ്യമുള്ളവർ താഴെ ഞാൻ വാട്സപ്പ് കൊടുത്തേക്കാം. നിങ്ങൾ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് തരാം.
അതുപോലെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിരുന്നാലേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. അതുപോലെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനൽ കറണ്ട് അഫയേഴ്സ് ചെയ്യുന്നുണ്ട്, മാസം കറണ്ട് അഫയേഴ്സ് ചെയ്യുന്നുണ്ട്, PSC ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ക്ലാസ്സുകളെല്ലാം വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായും ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.